ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധത്തിലുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ശ്രീമന്നാരായണീയം 13-ാമത്തെ ദശകം സമർപ്പിക്കുകയാണ്. 10-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ഇന്ന് മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശി കണ്ണാകുറിശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ യജ്ഞം സമർപ്പിക്കുകയാണ് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി. ഇവിടെ ഇന്നത്തോടുകൂടി ദശാവതാര ചന്ദനചാർത്ത് പൂർത്തിയാവുകയാണ്. നാളെ വിശ്വരൂപ ദർശനം. ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് നാളെ വിശ്വരൂപഭാവത്തിൽ ഭഗവാന് അവതാര പൂജ നിർവഹിക്കുക. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം കൂടിയാണ് നാളെ എന്നുകൂടി എല്ലാവരെയും അറിയിക്കുന്നു. സപ്താഹം ഇന്ന് സമർപ്പിക്കപ്പെടും. ഈ 10-ാമത്തെ ശ്ലോകം 13-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകം ചൊല്ലുകയാണ്. തുടർന്ന് അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും ശ്ലോകം ചൊല്ലി ശ്രീഹരിയം ഭാഷാഗാനം പാടി സമർപ്പിക്കാം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സുഖരസവിഹാരീ മധുരിപോ
നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. ഇത്യാദിസ്തവനമുഖരൈർമുനീന്ദ്രൈ മോദിതമനാഃ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ വാതാലയപതേ മേ സകലം അപി രോഗം നിരുന്ധ്യ. ഇത്യാദിസ്തവനമുഖരൈർമുനീന്ദ്രൈ മോദിതമനാഃ. ഇപ്രകാരമെല്ലാമുള്ള സ്തുതിവചനങ്ങൾ മുഴങ്ങുന്ന അല്ലെങ്കിൽ മുഴക്കുന്ന മുഖരൈർ മുനീന്ദ്രൈഹി, ആ മുനീന്ദ്രന്മാർ മഹർഷി ശ്രേഷ്ഠന്മാരാൽ മോദിതമനാഹ, ആഹ്ലാദിക്കപ്പെട്ട മനസ്സോട് കൂടിയവനും. ആർക്കാ സന്തോഷം? ഭഗവാനാണ് സന്തോഷം ഭക്തന്മാർ സ്തുതിക്കുമ്പോൾ, അല്ലേ? അത് ഭക്തന്മാരുടെ ആ സമർപ്പണത്തിലുള്ള സന്തോഷമാണ്. അല്ലാതെ ഭഗവാന് സ്തുതിയും നിന്ദയൊക്കെ ഒരുപോലെയാണ്. മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ, വളരെ വലുതായ ശരീരം, മഹീയസ്യാമൂർത്തിയ, അതേപോലെ വിമലതരകീർത്യ, അതിവിശുദ്ധമായ കീർത്തി യശസ്സോടുകൂടിയ അവിടുന്ന്, വിലസൻ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായിരിക്കുന്ന അവിടുന്ന്, സ്വധിഷ്ണ്യം സംപ്രാപ്ത, തൻ്റെ ആ സ്വധാമം വൈകുണ്ഠത്തിലേക്ക് എത്തിയിട്ട് സുഖരസവിഹാരി, പരമാനന്ദത്തോടുകൂടി വിഹരിക്കുന്ന മധുരിപോ, സാക്ഷാൽ മധുവിനെ നിഗ്രഹിച്ച, മധുകൈടഭന്മാരെ നിഗ്രഹിച്ച മധുസൂദനായിരിക്കുന്ന ഹേ വാതാലയപതേ, ഗുരുവായൂരപ്പ, മേ സകലം അപി രോഗം നിരുന്ധ്യ, എൻ്റെ എല്ലാ രോഗങ്ങളെയും അവിടുന്ന് നിരോധിക്കണേ, ഇല്ലാതെയാക്കണേ എന്ന് പറയണം. അപ്പോ ത്വചിച്ഛന്ദ ഇത്യാദിസ്തവന, അല്ലേ? അപ്പൊ സ്തുതിവചനങ്ങൾ സാരസംഗ്രഹമാണ്. മഹീയസ്യ, അങ്കുഷ്ഠമാത്ര വപു, കുംഭിസദൃശ, ശൈലമാത്ര, അല്ലേ? അങ്ങനെ ഭഗവാൻ വലുതായി. അപ്പൊ ഇവിടെ ആ വിപുലീഭാവത്തെ സ്മരിക്കുകയാണ്. നിരുന്ധ്യ, നിരോധിക്കുക, നിഗ്രഹിക്കുക, ഇല്ലാതെയാക്കുക. അപ്പൊ ഇനി വന്നുകൂടാൻ ഇടയുള്ള മറ്റു രോഗങ്ങളെയും, സകലമപി, എല്ലാ രോഗങ്ങളെയും അവിടുന്ന് ഇല്ലാതെയാക്കണേ, നിരോധിക്കണേ എന്ന് പറയുന്നിടത്താണ് 13ാമത്തെ ദശകം സമർപ്പിക്കപ്പെടുന്നത്. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം, പിന്നീട് ശ്രീഹരിയം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ വരാഹമൂർത്തേ. ഉദരം പൂരോടാശപാത്രം രേതസ് സോമരസം കഴുത്തോ ഉപസത്തുക്കൾ എന്നു സ്തുതിച്ചു. മധുസൂദനായിട്ടു വിളങ്ങുന്ന പവനേശ മമരോഗം നിശേഷമായി മാറ്റി തരണേ. നാരായണ 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 സുകരമൂർത്തേ. നാരായണ നാരായണ പാവനകീർത്തേ. നാരായണ നാരായണ വരാഹമൂർത്തേ. ഹിരണ്യാക്ഷമർദ്ദക വരാഹമൂർത്തി ഭഗവാൻ കീ ജയ്.
സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.